ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മഴതോരും മുമ്പയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മനുവും അതേപോലെ തന്നെ മനുവിൻ്റെ പെങ്ങളും അമ്മയും കൂടി ഇന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ പെങ്ങൾ പറയുകയാണ്, അമ്മയ്ക്കൊരു കാര്യം അറിയോ, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഹോസ്റ്റലിലേക്ക് ഒരു വിളി വരുമായിരുന്നു, മോളെ നിനക്ക് സുഖമാണോ, നീ എങ്ങനെയുണ്ട്, നിനക്ക് അവിടെ ഓക്കെ തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അതാരാ, എൻ്റെ മനുവേട്ടൻ തന്നെ എന്ന് പറഞ്ഞപ്പോഴേക്കും ഈ കമല അവിടെ സംസാരിക്കുകയാണ്. ഓഹോ, അപ്പം നിനക്ക് ഹരിയുടെ കാര്യം മാത്രം അറിയണ്ട, ഹരിയുടെ കാര്യം മാത്രമേ നീ തിരക്കാതെ ഉള്ളൂ, ബാക്കി എല്ലാവരുടെയും കാര്യം നീ തിരക്കാറുണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അമ്മയോട് ഞാൻ എന്ത് കാര്യങ്ങൾ പറഞ്ഞാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴും അമ്മ ആ പഴയ ഒരു രീതിയിൽ തന്നെ നിൽക്കുകയാണ്. എത്ര പറഞ്ഞാലും അമ്മയുടെ തലയിലേക്ക് മനസ്സിലാവില്ല എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ മനുവിനെ പറയാണ്. നീ എനിക്ക് ഭ്രാന്താണെന്നാണോ നീ വരുത്തി തീർക്കുന്നത്? അതേടാ, നീ എനിക്ക് ഭ്രാന്താണെന്ന് തന്നെ പറഞ്ഞോ, എന്നിട്ട് നീ എന്നെ ഏതെങ്കിലും ഒരു ഭ്രാന്താശുപത്രി കൊണ്ട് ഇട്, അവർ ചികിത്സിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കമലിങ്ങനെ പറയുകയാണ്, നിനക്കിപ്പോൾ ഒരാളുടെ കാര്യം മാത്രം മതി, ആ മറ്റേവളെ നീ ചേർത്ത് പിടിക്കാൻ വേണ്ടി നോക്കുകയല്ലേ, എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ, ബാക്കി എല്ലാവരും നിനക്കൊരു പുല്ല് കണക്കിനാണ് എന്നും പറഞ്ഞ് കമൽ എണീറ്റ് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനിയത്തിക്കുട്ടി സംസാരിക്കുകയാണ്. അല്ല മനുവേട്ടാ, ഈ മറ്റവളെന്ന് ലാസ്റ്റ് പറഞ്ഞിട്ടാണല്ലോ അമ്മ പോയത്, ധാരാ മറ്റവള്? അത് പിന്നെ എടി, ഞാനേ അലീനയുടെ കാര്യം, അലീനയുടെ എൻ്റെയും കല്യാണം നടത്തി തരുമെന്ന് ഞാൻ ഇവിടെ മുന്നിൽ പറഞ്ഞായിരുന്നു, അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ആ പോയത്. ഓ, അപ്പോൾ അവിടം വരെയായി. എടീ, ഒന്നും ആയിട്ടില്ല തീരുമാനങ്ങൾ, ഞാൻ അതിനെക്കുറിച്ച് ചുമ്മാ സംസാരിച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മനു ഇരുന്നിങ്ങനെ കണ്ണീരൊഴുക്കുക. അപ്പോൾ ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും മനുവേട്ടൻ ഓക്കെ അല്ലേ? എനിക്കെന്താ കുഴപ്പം, ഞാൻ ഓക്കെ ആടി എന്നും പറഞ്ഞുകൊണ്ട് അനിയത്തിക്കുട്ടി അവിടെ നിന്ന് എണീറ്റ് പോകുമ്പോഴും നമ്മുടെ മനു ആണെങ്കിൽ കണ്ണീര് തുടക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അലീനയും അതേപോലെ തന്നെ രോഹിത്തും കൂടി ആ എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തിയിരിക്കുക. ആ സമയത്ത് അവിടുത്തെ പിയൂൺ വരികയാണ്. പിയൂൺ എന്ന് വെച്ചാൽ ആരാ എന്താന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ഞങ്ങൾക്ക് ഫാദറിനെ ഒന്ന് കാണുമായിരുന്നല്ലോ. എന്തിനു വേണ്ടി? ഫാദറിന് തിരക്കാം, ഫാദറിനെ ഇപ്പോൾ കാണാനൊന്നും പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ അങ്ങോട്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ഞങ്ങൾക്കൊരു അഡ്മിഷന് വേണ്ടിയായിരുന്നു. അഡ്മിഷനാണോ? പുതിയ അഡ്മിഷനോ? അതെ, ഞങ്ങൾക്ക് അഡ്മിഷന് വേണ്ടിയാണെന്ന് പറയാണ്. ശരി, നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ പോയി ഫാദറിനോട് പറഞ്ഞിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഈ പിയൂൺ അകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ രോഹിത് ചോദിക്കണം, അയ്യോ ചേച്ചി, നമ്മൾ വന്നത് അഡ്മിഷന് വേണ്ടി അല്ലല്ലോ ചേച്ചി എന്താ പിന്നെ അങ്ങനെ പറഞ്ഞത്? ആര് പറഞ്ഞു? നമ്മൾ വന്നത് അഡ്മിഷന് വേണ്ടി തന്നെയാണ്. രോഹിത്തിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടതല്ലേ, അപ്പോൾ പിന്നെ നമ്മൾ അതിന് ശേഷം വീണ്ടും വന്നിരിക്കുക, അപ്പോൾ ഇതൊരു അഡ്മിഷനായിട്ട് തന്നെ കണക്ക് കൂട്ടാമല്ലോ, അപ്പം അങ്ങനെ വിചാരിച്ചാൽ മാത്രം മതി എന്ന് പറയാം. അങ്ങനെ നമ്മുടെ ഫാദറിൻ്റെ അടുത്തേക്ക് അലീനയും അതേപോലെ തന്നെ രോഹിത്തും കൂടി കയറി വരികയാണ്. അഡ്മിഷന് വേണ്ടിയല്ലേ? അല്ല, ഇവിടെ ആർക്കാ അഡ്മിഷൻ? അപ്പോൾ രോഹിത്തിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഫാദറിന് അത്ര തേയിച്ചൊന്നുമില്ല. അത് പിന്നെ ഫാദർ അത് രോഹിത്തിന് വേണ്ടിയാണ് എന്ന് പറയാണ്. അല്ല, നിങ്ങൾ ആരാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷേ ഈ നിൽക്കുന്നവനെ എനിക്കറിയാം. പീഡന കേസിലെ പ്രതിയല്ലേ എന്ന് തുറന്നടിച്ച് തന്നെ പറയാണ് അച്ഛൻ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രോഹിത്തിന് വല്ലാത്തൊരു സങ്കടം തോന്നി. രോഹിത് വല്ലാത്തൊരു ബുദ്ധിമുട്ടിങ്ങ് നിൽക്കുകയാണ്. സർ, ഫാദർ അങ്ങനെ പറയരുത് ഫാദർ, ഇവൻ പീഡനക്കേസിലെ പ്രതിയല്ല ഫാദർ, അതങ്ങനെ ആരോപിച്ചതാണ്. കോടതി തന്നെ പറഞ്ഞല്ലോ ഇവൻ നിരപരാധിയാണെന്ന്. ഇവനെതിരെ കേസ് കൊടുത്ത ആ പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടി വരെ പറഞ്ഞു ഇവൻ ഒരു കാര്യം ചെയ്തിട്ടില്ല, അതിൽ ആ പെട്ടുപോയതാണെന്ന് പറഞ്ഞ് കോടതിയുടെ മുമ്പാകെ പറഞ്ഞ് അവൻ ജാമ്യം വരെ കിട്ടിയതല്ലേ ഫാദർ എന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഇവനിവിടെ ഇനി കയറ്റാനായിട്ട് പറ്റില്ല എന്നൊക്കെ ഫാദർ ഉറപ്പിച്ച് പറയാണ്. ഫാദർ അങ്ങനെ പറയരുത് ഫാദർ, ആ പെൺകുട്ടി തന്നെ പറഞ്ഞല്ലേ ഫാദർ, അതൊക്കെ പത്രത്തിലുണ്ടായിരുന്നു. എന്ത് പത്രത്തിലുണ്ടായിരുന്നു? ആ പെൺകുട്ടി പറഞ്ഞെന്നോ? ഇവൻ കോടതി കയറിയാണോ? ആ പീഡനക്കേസ് പ്രതിയിൽ ഒരാൾ ഇവനെ ആയിരുന്നോ? അങ്ങനെയും പറഞ്ഞുകൊണ്ട് പത്രത്തിൽ ഇവൻ്റെ ഫോട്ടോ വന്നില്ലേ, ടി വിയിൽ ന്യൂസ് വന്നില്ലേ? ഇതൊക്കെയാണ് ഒരു കാരണം തന്നെ. അതുകൊണ്ട് അവൻ ഇനി ഇവിടെ പഠിപ്പിക്കാനായിട്ട് സാധിക്കില്ല. ഇത് കഴിഞ്ഞപ്പോഴേക്കും മലീനയ്ക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ്. മലീന പറയാണ്, ഫാദർ തന്നെ ഇങ്ങനെ പറയരുത്. ഇവിടുത്തെ ഒരു കുട്ടി ക്ഷമാഭരണം കൊണ്ട് നിരപരാധം തെളിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ ഫാദർ ഇങ്ങനെ ആ കുട്ടിയെ തള്ളിക്കളയാനായിട്ട് പാടില്ല. ഇവിടെ ഒരുപാട് പഠിപ്പിച്ചും കുട്ടികളുടെ മനസ്സെല്ലാം മനസ്സിലാക്കുന്ന ആൾക്കാരല്ലേ, അതുകൊണ്ട് ഫാദർ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? നിങ്ങൾ എന്തിനിപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നത്? ഞാൻ വേണമെങ്കിൽ ആ കുട്ടിയെയും കൊണ്ടുവരാം. അപ്പോൾ ആ കുട്ടി തന്നെ ഫാദറിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാദറിന് ഇതെല്ലാം ബോധ്യമാകുമോ? അങ്ങനെയാണെങ്കിൽ രോഹിത്തിനെ ഇവിടെ പഠിപ്പിക്കാൻ അനുവദിക്കോ? ഫൈനലല്ലേ ഫാദർ, അതുകൊണ്ടൊന്ന് കേൾക്കണം ഫാദർ, ഇതൊക്കെ ഫൈനലാണെന്നേ
ഇത് ചെയ്തു കൂട്ടുമ്പോഴൊക്കെ ആലോചിക്കണമായിരുന്നു. അതൊന്നും ആലോചിച്ചില്ലല്ലോ. നിങ്ങൾ ഇനി ഇവിടെ നിന്നും തിരിയണ്ട. ഫാദർ, ഞാൻ പറഞ്ഞല്ലോ, അവൻ നിരപരാധിയാണ്, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ആ പെൺകുട്ടിയെ കൊണ്ടുവരാം, എന്നിട്ട് ആ പെൺകുട്ടി തന്നെ ഫാദറിനോട് പറയും. അപ്പോൾ ഫാദറിന് വിശ്വാസമാവില്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു പെൺകുട്ടിയെ കൊണ്ട് ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ അവൾക്ക് പൈസ എറിഞ്ഞു കൊടുത്തിട്ട് അവളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണെങ്കിലോ, അങ്ങനെയൊക്കെ വരാനുള്ള വഴിയുള്ളൂ. നിങ്ങളൊക്കെ പണക്കാര്, നിങ്ങൾ നിറയെ പൈസയുണ്ട്, അപ്പം അതുകൊണ്ട് നിങ്ങളൊക്കെ പല പ്രവർത്തികളും ചെയ്യും. കുറ്റം ചെയ്താലും അതെല്ലാം മറച്ച് പിടിക്കുന്ന ഒരു സ്വഭാവക്കാരാണ് നിങ്ങളൊക്കെ. ഇതൊക്കെ പറഞ്ഞപ്പോഴേക്കും ഫാദർ, അങ്ങനെ തള്ളിക്കളയരുത് ഫാദർ, ഇത്രയ്ക്കും കെഞ്ചി കെഞ്ചി പറയല്ലേ ഫാദർ. ഫാദറിൻ്റെ കാല് പിടിച്ച് പറയാണ്, ഇവൻ്റെ ഭാവി കളയരുത് ഫാദർ, ഇവന് പഠിക്കണം, നല്ലൊരു ജോലി കിട്ടണം, അതിനു വേണ്ടി തന്നെയാണ് അവൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നത് ഫാദർ. അതുകൊണ്ട് ഫാദർ എൻ്റെ ഈ അപേക്ഷ ഒന്ന് കേൾക്കണം ഫാദർ എന്ന് പറഞ്ഞുകൊണ്ട്, വേണ്ട, ഒരപേക്ഷയും കേൾക്കാനായിട്ട് ഞാൻ തയ്യാറല്ല ഫാദർ. എന്താ ഫാദർ ഇത്? എത്ര കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നല്ലേ ഫാദർ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫാദറാണെങ്കിൽ നിങ്ങൾ തത്വങ്ങളൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ. ഏതായാലും ഇവിടെ പഠിപ്പിക്കാനായിട്ട് തയ്യാറല്ല, നിങ്ങൾക്ക് പോകാം, എനിക്ക് കൂടുതൽ സംസാരിക്കാനില്ല, ഈ കോളേജിനൊരു ഡിസിപ്ലിൻ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഫാദർ യേശുവിനെ കുരിശിൽ തറച്ചു. പക്ഷേ യേശു എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണ്? യൂതന്മാരെല്ലാവരും കൂടി ചേർന്ന് യേശുവിനെ വളരെയേറെ മൃഗീയമായിട്ടല്ലേ കുരിശിൽ തറച്ചത്. പക്ഷേ ഫാദർ വിശ്വസിക്കുന്നുണ്ടോ യേശു കുറ്റം ചെയ്തതായിട്ട്? ഇല്ലല്ലോ ഫാദർ, അതെവിടെയും പറഞ്ഞിട്ടില്ല. എന്നിട്ടും അതെല്ലാം ഏറ്റുവാങ്ങില്ലേ, അവിടെ നിരപരാധിയായിരുന്നില്ലേ? അപ്പോൾ ഫാദർ എന്തുകൊണ്ട് ഫാദറിന് മാത്രം ക്ഷമിക്കാനായിട്ട് പറ്റുന്നില്ല? ആ ഒരു പാത തുടരുന്ന ഫാദറല്ലേ, എന്നിട്ട് പോലും ആ കാര്യങ്ങൾ എന്താ മനസ്സിലാക്കാനായിട്ട് കഴിയാത്തത് എന്ന് ചോദിക്കണം. അപ്പോൾ അലീന രോഹിത്തിന് വേണ്ടി ഒരുപാട് പറയണ്ട. രോഹിത് ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല, അലീന തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, ഇനിയും ഇവിടെ സംസാരം പാടില്ല, ഗെറ്റ് ഔട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരെയും ആട്ടിപ്പായിക്കണം. അപ്പോൾ അലീനയ്ക്ക് സങ്കടം സഹിക്കാനാവാതെ അലീന കിടന്ന് ഇങ്ങനെ പൊട്ടിക്കരയാണ്. അലീന കണ്ണീര് തുടക്കണതൊക്കെ നമ്മുടെ രോഹിത് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയും ചെയ്യാണ്. അപ്പോൾ അവസാനമായിട്ട് നമ്മുടെ അലീന പറയാണ്, ഫാദർ, ഞാൻ ഒരു സംശയം കൂടി ഫാദറിനോട് ചോദിച്ചോട്ടെ. ഈ മാനേജർ എന്നൊക്കെ ഫാദർ പറയുന്നുണ്ടല്ലോ, ഈ മാനേജ്മെൻറ്റിനെ ഇത് സൂക്ഷിക്കാൻ വേണ്ടി ഫാദർ ഏതറ്റം വരെയും പോകുമെന്നും പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈശോയുടെ കസാരയെക്കാളും വലുതാണോ ഫാദറിൻ്റെ ഈ കസാര? ഈശോ അണിഞ്ഞ ആ മേലങ്കിയേക്കാളും വലുതാണോ അച്ഛനെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ ഫാദർ ഒന്നും മിണ്ടാത്തൊരവസ്ഥയിലായി പോവാണ്. അപ്പോൾ ഈശോയുടെ വചനങ്ങൾ മുഴുവനും അവിടെ ഫാദറിനോട് പറയുകയാണ് നമ്മുടെ അലീന. ഇതെല്ലാം കേൾക്കുമ്പോഴും ഫാദർ ഇങ്ങനെ സ്തംഭിച്ചിങ്ങനെ നിൽക്കുകയാണ്. എനിക്കിനിയൊന്നും പറയാനില്ല ഫാദർ. ഇത്രയൊക്കെ കേട്ടിട്ടും ഒരു കുട്ടിയോട് ക്ഷമിക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഫാദറിനോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഫാദറിന് ഒരുപാട് ആട്ടിൻകുട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ അതിലൊരു കുഞ്ഞാട്ടിൻകുട്ടിയെ കാണാതെ ആയി പോയി കഴിഞ്ഞാൽ ആ മറ്റുള്ള ആട്ടിൻകുട്ടികളെല്ലാം വിട്ട് ആ ഒരു കുഞ്ഞാടിനെ തേടി പോകുന്നവനാണ് നല്ല ഇടയൻ. പക്ഷേ ഇപ്പോൾ ഒരു ആട്ടിൻകുട്ടി ഫാദറിൻ്റെ അടുത്ത് തിരിച്ചു വന്നിരിക്കുകയാണ്. കരഞ്ഞ് അപേക്ഷിച്ച് പറയുകയാണ്. പക്ഷെ അതെല്ലാം ഫാദർക്ക് കേൾക്കാനായിട്ട് തയ്യാറാവുന്നത് പോലുമില്ല. ആ ആട്ടിൻകുട്ടിയോട് ക്ഷമിക്കാൻ പോലും തയ്യാറാവുന്നില്ല. അപ്പം പിന്നെ ഫാദറിനോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നും പറഞ്ഞ് നമ്മുടെ രോഹിത്തിനെ വിളിച്ചുകൊണ്ട് അലീന അങ്ങോട്ട് പടിയിറങ്ങുകയാണ്. അപ്പോൾ ഫാദർ അലീന പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലേക്ക് ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. അപ്പോൾ ഈശോയുടെ രൂപം നോക്കി വല്ലാതെ മനസ്താപപ്പെടുകയാണ് ഫാദർ. താൻ ചെയ്തത് തെറ്റാണോ, താൻ ചെയ്തത് നല്ലതാണെന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥ. അലീന പറഞ്ഞ ഓരോ വാക്കുകളും ഫാദറിൻ്റെ ചെവിയിലേക്ക് ഇങ്ങനെ തളച്ചിങ്ങനെ കയറുന്നത് പോലെ അനുഭവം വരികയാണ്. അങ്ങനെ നമ്മുടെ അലീനയും രോഹിത്തും വീട്ടിൽ തിരിച്ചെത്തി. രോഹിത്തും ഭയങ്കര സങ്കടത്തില്ല. രോഹിത്ത് കോളിംബെല്ലടിക്കുകയാണ്. കൃഷ്ണമോള് കഥ തുറന്നപ്പോൾ ഇത്ര പെട്ടെന്ന് ആൾ തിരിച്ചു വന്നോ? എവിടെ എൻ്റെ അലീന ചേച്ചിയെ കളഞ്ഞിട്ടാണോ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രോഹിത്ത് അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ അലീന അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ചേച്ചി ഇവിടെ നിൽക്കായിരുന്നോ? എന്താ ചേച്ചി, എന്ത് പറ്റി? ഫാദറിനെ കണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഒന്നും നടന്നില്ല മോളെ, എനിക്കും മനസ്സിലായായിരുന്നു. രോഹിതേട്ടന് വലിയ സന്തോഷത്തിലല്ല, ഭയങ്കര ആളും മൂഡ് ഓഫിലാണല്ലോ. എന്ത് ചെയ്യാനാ, അവൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് എനിക്ക് വല്ലാത്ത സങ്കടം. ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി, പക്ഷേ ഫാദർ അമ്പിനും വില്ലിനും അടുക്കുന്നില്ലാത്തൊരു ഇതിൽ നിൽക്കുകയാണ് ഫാദർ. ചേച്ചി എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ ഈ ഒരു ചൂട് മാറാനായിട്ട് ഞാൻ നല്ലൊരു ലൈം ജ്യൂസ് എടുത്തിട്ട് വരട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്കും മോള് ചെല്ല്. അപ്പോഴേക്കും പോകാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും വരുന്നു നമ്മുടെ ബാലേന്ദ്രൻ കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ അലീനയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സന്തോഷത്തോടെ വരികയാണ്. അപ്പോൾ
കൃഷ്ണമോളോട് പറയണം അച്ഛനും കൂടി ഒരു ലൈം ജ്യൂസ് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോളെ പറഞ്ഞു വിടുകയാണ്. മോളെ എന്തായി കാര്യങ്ങളെല്ലാം, ഫാദറിനെ കണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്ക് ഫാദറിനെ കണ്ടു അച്ഛാ. ഓ നടന്നില്ലല്ലേ കാര്യങ്ങളൊന്നും? ഇല്ല അച്ഛാ, എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ രോഹിത്തിന് വളരെയേറെ സങ്കടമായി. ഒരുപാട് പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അങ്ങോട്ട് പോയത്. സങ്കടപ്പെടേണ്ട അലീന, ഇതിൽ നിരാശയെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് നിരാശയൊന്നും ഇല്ല അച്ഛാ, ഇതല്ലെങ്കിൽ വേറൊരു വഴി തെളിഞ്ഞു വരിക തന്നെ ചെയ്യും. അങ്ങനെ രോഹിത്തിന് ഇവിടെ വെറുതെ നിൽക്കാനൊന്നും ഞാൻ ഒരുക്കാൻ തയ്യാറല്ല. അവനൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കുക, ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ കൃഷ്ണമോള് ലൈം ജ്യൂസ് കൊണ്ട് വരികയാണ്. അതെ, ഇത് സ്പെഷ്യലാണ് കേട്ടോ, അച്ഛനും കൂടി കുടിക്കച്ചാ എന്ന് പറയുകയാണ്. അപ്പോൾ രോഹിത്തിന് കൊടുത്തോ? ഇല്ല, ഞാൻ ഇപ്പം തന്നെ കൊടുക്കാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമോള് നേരെ അങ്ങോട്ട് പോവുകയാണ്. അച്ഛാ, ഇനിയും ഞാനിവിടെ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല അച്ഛാ, അവന് വേണ്ടി തന്നെ മുൻകൈയെടുത്ത് ഇറങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.